ഹലോ ഫ്രണ്ട്സ്, ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സാൻഡ്വിച്ച് റെസിപ്പിയാണ്. ഇതിൻ്റെ ഉൾഭാഗം കാണാൻ ഭയങ്കര ഭംഗിയാണ്, കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് കണ്ടുനോക്കാം. ഇത് കുറച്ച് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുള്ള കുക്ക്ഡ് ചിക്കനാണ്. ഏകദേശം 400 ഗ്രാംസ് ഉണ്ട് ഇപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് കുക്ക് ചെയ്തെടുത്ത് ഷ്രെഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ബോണുള്ള പീസസ് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് പേഴ്സണലി ബോണുള്ള പീസസ് കുക്ക് ചെയ്തിട്ട് അത് ഷ്രെഡ് ചെയ്തെടുക്കുന്നതാണ് ഇഷ്ടം. കാരണം അതിലത്തെ മീറ്റ് ആയിരിക്കും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക. പിന്നെ കുക്ക് ചെയ്യുമ്പോൾ ഒരല്പം കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം ചിക്കൻ കുക്ക് ചെയ്യാനായിട്ട്. ഒരു ഗ്രീൻ ക്യാപ്സിക്കം ഒരു ചെറിയൊരു സൈസ് എടുത്തിട്ടുണ്ട്. അത് വളരെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതാണ്. അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഓണിയൻ ഒരു ചെറിയൊരു വലിപ്പമുള്ള ഓണിയൻ എടുത്തിട്ടുണ്ട്. അതും ചെറിയതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റ്, അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് വളരെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതാണ്. അതും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഏകദേശം 3 ടേബിൾ സ്പൂൺ പ്ലെയിൻ മയോണീസ് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർക്കാം. കൂടുതൽ ചേർക്കുമ്പോൾ നമ്മുടെ ഫില്ലിംഗ് കുറേ കൂടി സ്റ്റിക്കി ആയിരിക്കും. അപ്പോൾ സാൻഡ്വിച്ചിൻ്റെ ഇടയിൽ കുറേ കൂടി സ്റ്റിക്കി ആയിട്ട് ഇരുന്നോളും. പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടാണ് ഞാൻ ഈ ഫില്ലിംഗ് എടുക്കുന്നത്. നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് കുറവ് തോന്നുവാണെങ്കിൽ അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചിക്കൻ വേവിക്കുമ്പം ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. എരിവ് കുറവ് തോന്നുവാണെങ്കിൽ അതനുസരിച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഫില്ലിംഗ് ഒരു ദിവസം മുമ്പ് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ കുറച്ച് സാൻഡ്വിച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ച് ആവശ്യമനുസരിച്ച് ബട്ടർ 2 സൈഡിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചൂടായ പാനിലോട്ട് ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുത്ത് നമുക്കിതിനെ ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ടോസ്റ്റ് ചെയ്ത് കിട്ടണം അതനുസരിച്ച് തിരിച്ചും മറിച്ചിട്ട് ടോസ്റ്റ് ചെയ്യാം. ആദ്യം ടോസ്റ്റ് ചെയ്ത ഒരു ബ്രെഡ് സ്ലൈസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ 3 ലെയർ ലെറ്റസ് ലീവ്സ് ആണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് 3 ലെയർ വെക്കുന്നതെന്ന്. ഒന്നാമത്തെ റീസൺ ഇത് വളരെ ഹെൽത്തിയാണ്. രണ്ടാമത്തെ റീസൺ നമ്മളിതെല്ലാം ഫില്ല് ചെയ്ത് സ്ലൈസ് ചെയ്യുമല്ലോ സാൻഡ്വിച്ച് നടക്കുന്നത്. ആ സമയത്ത് നമ്മൾ സാൻഡ്വിച്ചിൻ്റെ ഉൾഭാഗം കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിന് ശേഷം നമ്മളുടെ ഈ ലെറ്റസ് ലീവ്സിൻ്റെ മുകളിലോട്ട് ആവശ്യാനുസരണം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഫില്ലിംഗ് കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു 3 ലെയർ ലെറ്റസ് ലീവ്സ് വെക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ഭംഗിയുണ്ടാവുക. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ അത് വെക്കുന്നില്ല. അതിന് പകരം ഞാൻ രണ്ടാമത്തെ ഒരു ടോസ്റ്റ് മാത്രമാണ് അതിൻ്റെ മുകളിൽ വെക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഉൾഭാഗം കണ്ടല്ലോ, വളരെയധികം നല്ല ഭംഗിയാണ് കാണുമ്പോൾ. പ്രസൻറ്റ് ചെയ്യുമ്പോഴൊക്കെ നല്ല ഷെയിലാണ്, കഴിക്കാനാണെങ്കിൽ അതിനേലും ഷെയിലാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ റെസിപ്പി വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണണമെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത റെസിപ്പി വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.